മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലത്തെ ചരിത്രത്തിൽ കൗതുകകരമായൊരു സംഗതിയുണ്ട്. ആരും വീണ്ടും ജയിച്ചിട്ടില്ല എന്നതാണത്. അതിനാൽ പിണറായി വിജയന്റെ ഗൺ പോയിന്റിൽ നിൽക്കുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ അടുത്ത കുറി ജയിക്കുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. 1991 മുതൽ 2006 വരെ തുടർച്ചയായി 3 തവണ ജയിച്ച കേരള കോൺഗ്രസിലെ ജോണി നെല്ലൂർ മാത്രമാണ് ആ മണ്ഡലത്തെ 3 തവണ തുടർച്ചയായി പ്രതിനിധീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം 2006-ൽ ജോണിയെ സിപിഐയിലെ ബാബു പോൾ തോൽപ്പിച്ചു. 2011-ൽ ബാബു പോളിനെ കോൺഗ്രസിലെ ജോസഫ് വാഴക്കൻ തോൽപ്പിച്ചു. 2016-ൽ വാഴക്കിനെ സിപിഐയിലെ എൽദോ എബ്രഹാം തോൽപ്പിച്ചു. കഴിഞ്ഞ തവണ എൽദോയെ തോൽപ്പിച്ചത് മാത്യു കുഴൽനാടനാണ്. 6961 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മാത്യു കുഴൽനാടൻ ജയിച്ചത്. ബിജെപിയെ 4ാമത് പിന്തള്ളി 2020 അവിടെ 3ാമതെത്തി. നിയമസഭയിലും പുറത്തും പിണറായിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുശ്രദ്ധ നേടിയ തീപ്പൊരി നേതാവാണ് കുഴൽനാടൻ. പിണറായിയുടെ തോക്കിൻമുനയിൽ നിന്നിട്ടുള്ള 2 കോൺഗ്രസ് നേതാക്കൾ മുമ്പ് മറ്റിടങ്ങളിൽ തോറ്റിട്ടുണ്ട്. ഒന്ന് അനിൽ അക്കരയും രണ്ടാമൻ വി.ടി. ബൽറാമുമാണ്. അനിൽ അക്കര 2016-ൽ വെറും 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വടക്കാഞ്ചേരിയിൽ ജയിച്ചത്. സിപിഎമ്മിലെ മേരി തോമസിനെയാണ് തോൽപ്പിച്ചത്. 2021-ൽ അനിൽ അക്കരയെ സിപിഎമ്മിലെ സേവ്യർ ചിറ്റിലപ്പള്ളി 15168 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ സിറ്റിംഗ് എംഎൽഎ ആയിരുന്ന വി.ടി. ബൽറാം ആയിരുന്നു പിണറായിയുടെ ഗൺ പോയിന്റിലുണ്ടായിരുന്ന മറ്റൊരാൾ. 2016-ൽ തൃത്താലയിൽ നിന്ന് ജയിച്ച ബലറാമിനെ 2021-ൽ മന്ത്രി എം.ബി. രാജേഷ് 3016 വോട്ടിന് തോൽപ്പിച്ചു. ഇത്തവണ പിണറായിയുടെ ഗൺ പോയിന്റിൽ കുഴൽനാടനല്ലാതെ വേറെ ആരുമുള്ളതായി ഇതുവരെ അറിവായിട്ടില്ല.